السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد رب زدنا علما وحلما وفهما وعقلا ودبا كاملا رب تمم بالخير والسعادة. ബഹുമാനമുള്ള ഫതുഹുൽ മുഈൻ അൽഫിയ ക്ലാസ് റൂമിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, പ്രത്യേകിച്ച് അഹ്ലുൽ ബൈത്ത് പണ്ഡിതന്മാർ എല്ലാവരെയും ആദരപൂർവ്വം ബഹുമാനപൂർവ്വം കാണുന്നു. നമ്മുടെ ക്ലാസ് കുറച്ച് ദിവസങ്ങളായി നിർത്തിവെച്ചതല്ല. യാത്രയും നാട്ടിലും ഒക്കെ ആയതുകൊണ്ട് സമയം ഇല്ലാത്തത് കൊണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്കും അറിയാം. കാരണം ക്ലാസ് ഒക്കെ ആവുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് എടുക്കുമ്പോൾ കുറച്ച് സമയം വേണമല്ലോ, അത് തുടർച്ചയായിട്ട് അത് കിട്ടാൻ അതിന് സൗകര്യം ഇല്ലാത്തത് കൊണ്ടായിരുന്നു കുറച്ച് നീണ്ടുപോയത് എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് കുറച്ച് ഭാഗം, അത് ഫസലുമേന്റെ ബാക്കി ഭാഗത്തിന് നമുക്ക് ശ്രദ്ധിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ നാളെ മറ്റന്നാളായിട്ട് നമുക്ക് അങ്ങനെ തുടർന്ന് പോരാം. നമ്മൾ പഠിച്ചു വന്നത് നജസ്സുകളെ കുറിച്ചായിരുന്നു. അപ്പോ ആ നജസ്സിന്റെ കൂട്ടത്തിൽ ഇനി മനസ്സിലാക്കാനുള്ള വിഷയം വയുഅഫ അൻ മഹല്ലി ഇസ്തിജ്മാരിഹി എന്ന സ്ഥലമാണ്. അതായത് കല്ലുകൊണ്ട് മനഹോരം ചെയ്ത സ്ഥലം. കല്ലുകൊണ്ട് മനഹോരം ചെയ്യുമ്പോൾ ആ മൂത്രം വരുന്ന സ്ഥലത്തിന്റെ മുഴുവൻ ഭാഗവും കല്ലുകൊണ്ട് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കല്ലുകൊണ്ട് അതിന്റെ 3 ഭാഗമോ അല്ലെങ്കിൽ 3 കല്ലുകൊണ്ടോ ആയിട്ടാണ് ഇസ്തിജ്മാർ മനഹോരം ചെയ്യേണ്ടത്. അങ്ങനെ മനഹോരം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മണ്ണിന്റെ ചെറിയൊരു അംശമോ ചെറിയൊരു രീതി ഉണ്ടാവും. വെള്ളം കൊണ്ട് പോരുന്നത് പോലെ പോരില്ലല്ലോ. അങ്ങനെ വന്നാൽ ആ സ്ഥലത്തിന്റെ ശുദ്ധി ഉണ്ടോ ഇല്ലയോ, അതുകൊണ്ട് കുഴപ്പമുണ്ടോ ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ആ മഹല്ല് ശുദ്ധിയുള്ളതാണ് എന്ന് ഹുക്കുമുണ്ട്, അതിന് അഫ്വ് ഉണ്ട്. കാരണം അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഉണ്ടോ ഇല്ലേ ഒരു സംശയത്തിന്റെ വക്കിലല്ല. അങ്ങനെ ഉണ്ടാവാലോ എന്നൊരു തോന്നൽ നമുക്ക് വരികയാണെങ്കിലും അവിടെ അതുകൊണ്ട് ആ മഹല്ല് ശുദ്ധിയുള്ളതാണ് എന്ന ഹുക്കുമാണ്, അതിന് അഫ്വുണ്ട് എന്നർത്ഥം. അഫ്വ് ചെയ്യപ്പെടും, അതിന്റെ വിട്ടുവീഴ്ചയുണ്ട്, വിടുതിയുണ്ട് എന്നൊക്കെ പറയാം. എന്തിനെ തൊട്ട് യുഅഫ അൻ മഹല്ലി ഇസ്തിജ്മാരിഹി, ആ ഷഖ്സിന്റെ ഏതോ വ്യക്തി മുസല്ലി അല്ലെങ്കിൽ മുത്തതഹിർ അയാളുണ്ടല്ലോ, അയാളുടെ ഇസ്തിജ്മാറിന്റെ മഹല്ലിനെ തൊട്ട് അഫ്വുണ്ട്. ഇനി എന്തിനെ തൊട്ടും അഫ്വുണ്ട്, വഅൻ വനീമി ദുബാബിൻ, ദുബാബ് അതായത് ഈച്ചയുടെ കാഷ്ടം, റോസ്. അപ്പൊ ഈച്ചയുടെ മൂത്രവും അതിൽപ്പെടും. അപ്പൊ ഈച്ചയുടെ കാഷ്ടം, മൂത്രം, വനീമി ദുബാബിൻ, ദുബാബിന്റെ കാഷ്ടം, ബൗലിൻ മൂത്രം, ഇതിനെ തൊട്ടൊക്കെയും എന്തുണ്ട്, അഫ്വ് ഉണ്ട്. റൗസ് ഖുഫാഷൻ, വാവൽ എന്ന ഒരു പക്ഷി ഉണ്ടല്ലോ, ആ പക്ഷിയുടെ കാഷ്ടം. എവിടെ അഫുണ്ട്, ഫിൽ മക്കാനി സ്ഥലത്ത്. അതുപോലെ തന്നെ വക്കഥ അസൗബി വസ്ത്രത്തിലും വൽ ബദനി ശരീരത്തിലും. അപ്പൊ ഇതൊക്കെ ശരീരത്തിലോ വസ്ത്രത്തിലോ സ്ഥലത്തോ ആയിട്ട് ഉണ്ടെങ്കിൽ അതിന് അഫുണ്ട് എന്ന്. അപ്പൊ ഇത് കൂടുതലായിട്ടുണ്ട് എന്നാലും അഫുണ്ട്. എന്താ കാരണം, സൂറത്ത് അത് അധികരിച്ചാലും അതിനെ തൊട്ട് എന്തുണ്ട്, അഫുണ്ട്. എന്താ അധികരിച്ചാലും അഫുണ്ട് എന്ന് പറയാനുള്ള കാരണം അൻഹ, ആ റൗസുൽ ഖുഫാഷ് ഈ മദ്കൂറായ മറ്റ് സാധനങ്ങളെ തൊട്ട് സൂക്ഷ്മത കൈവരിക്കൽ ഞെരുക്കമായ സംഗതിക്ക് വേണ്ടി അതിനെ തൊട്ടൊക്കെ എന്തുണ്ട്, നമുക്ക് അഫുണ്ട്. അതാണ് മസല. അപ്പൊ ഇപ്പൊ പറഞ്ഞത് എന്താണ്, മഹല്ല് ഇസ്തിജ്മാറിന്റെ തൊട്ടും, അതായത് കല്ലുകൊണ്ട് മനഹോരം ചെയ്യപ്പെട്ട ആ മഹല്ലും അഫുണ്ട്, ഖുഫാഷിന്റെ റോസും ബൗലും ഒക്കെ അഫുണ്ട്. അത് അധികരിച്ചാലും അഫുണ്ട്. ശരീരത്തിലാണെങ്കിലും വസ്ത്രത്തിലാണെങ്കിലും സ്ഥലത്തിലാണെങ്കിലും ഒക്കെ അതുകൊണ്ട് അഫുണ്ട്. മറ്റ് പക്ഷികള്, ഖുഫാഷ് അല്ലാത്ത പക്ഷികള്, ബേർഡ്സ്, ആ പക്ഷികളുടെ കാഷ്ടത്തിനെ തൊട്ട് ഉണങ്ങിയതിനെ തൊട്ട് അഫുണ്ട്. ഉണങ്ങിയിട്ടുണ്ട്, പിട്ടയായിട്ടുണ്ട്, അതിനെ തൊട്ട് അഫുണ്ട്. ഫിൽ മക്കാനി സ്ഥലത്ത്. എപ്പ അഫുണ്ട്, ഇതാ അമ്മത്തിൽ ബൽവാബിഹി, ആ വെറുക്കിന്റെ കൊണ്ടുള്ള മുസീബത്ത് ആമായി, അത് പക്ഷികൾ അവിടെ ഓടി ഇവിടെ ഓടി ഇപ്പോഴും കൂട്ടം കുത്തി വരുന്നു, അത് മാറ്റിയാൽ മാറുന്നില്ല. ഒന്നൊരു കൂട്ടം പോയാൽ പിന്നെ ഒരു കൂട്ടം, അതുകൊണ്ട് അതിനകത്ത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ അതിനെ തൊട്ട് അഫുണ്ട്. പക്ഷേ ഖദിയത്തു കലാമിൽ മജ്മൂഇന്റെ കലാമിന്റെ തേട്ടം, ഇമാമിന്റെ അവിടുത്തെ തേട്ടം, അൽ അഫു അൻഹു,
ഈ ദർഖുത്തൊയൂറിനെ തൊട്ട് അഫു ഉണ്ട്. എവിടെ ഉണ്ട്? ഫിസ്സൗബി വൽ ബദനി, ശരീരത്തിലും ഉണ്ട് ബദനിലും ഉണ്ട്. മക്കാനിൽ മാത്രല്ല. ഐലൻ മക്കാനിൽ സ്ഥലത്ത് അഫു ഉള്ളത് പോലെ എവിടെ ഉണ്ട്? സൗബിലും ഉണ്ട് ബദനിലും ഉണ്ട്. ഐലൻ വീണ്ടും എന്ന് വെച്ചാല് അവിടെ ഉള്ളതുപോലെ ഇവിടെയുണ്ട്. ഇനി ശ്രദ്ധിക്കാം. വല യുഅഫ അൻ ബഅരിൽ ഫൗരി, എലിക്കാട്ടത്തിന് തൊട്ട് അഫു ഇല്ല. വല യാബിസൻ, അത് ഉണങ്ങിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും ശരി. അലല്ലൗജുഹി, പ്രബലമായ അഭിപ്രായ പ്രകാരം എലിക്കാഷ്ടത്തിന് തൊട്ട് അഫുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ലാക്കിൻ അഫ്താ ഷെയ്ഖുന ഇബ്നു സിയാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഒരു ഫത്വ ഉണ്ട്. കബാദൽ മുതാഖിറിന, പിന്തി വന്ന മറ്റ് മുതാഖിരീങ്ങളിൽ നിന്ന് ചിലരെ പോലെ ബിൽ അഫുവി അൻഹു, ആ എലിക്കാഷ്ടത്തെ തൊട്ട് അഫുണ്ട്. എപ്പോ? ഇദാ അമ്മത്തിൽ ബൽവാ ബിഹി, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് പ്രയാസം ആമായാൽ വ്യാപകമായാൽ. ഏതുപോലെയൊക്കെ ഉമൂമിഹ, ആ ബയറിന്റെ ഉമൂമിയത്തിൽ അഫു ഉള്ളതുപോലെ ഫീ ദർഖി തുയൂരി, പക്ഷികളുടെ കാഷ്ടത്തിലും സ്ഥലത്തും മക്കാനിലും അത് അഫുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴാണ്? അതുകൊണ്ടുള്ള മുസീബത്ത് ആമായാലെന്നല്ലേ. ആ മുസീബത്ത് ആമാവൽ ഇവിടെ വന്നാൽ ഇവിടെയും അഫുണ്ട് എന്ന് അവിടെയുണ്ട്. ولا تصح صلاة من حمل مستجمرا أو حيوانا بمنفذه نجس. അത് വേറെ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അതിന്റെ ബാക്കി വിശദീകരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യുന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അലം.